ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവുമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് ഭരണി നക്ഷത്രത്തിൻ്റെ 2025 ആണ്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് ഭരണി നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം. ഭരണി നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ഫലമാണ് ഈ 2025 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കാണുന്നത്. പൊതുവേ നിങ്ങൾക്ക് ശത്രുദോഷം കുറയുമെങ്കിലും അന്യരുടെ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് ശത്രുത സമ്പാദിക്കാനുള്ള അവസ്ഥ കാണുന്നുണ്ട്. അതായത് പുതിയ ശത്രുക്കളെ നിങ്ങളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. വ്യാപാര രംഗത്തൊക്കെ ഗുണകരമായ സമയമാണ്. വ്യാപാര രംഗത്ത് പഴയ പ്രതാപമൊക്കെ വീണ്ടെടുക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നതാണ്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾക്കൊക്കെ ഉള്ള ഇട കാണുന്നുണ്ട്. കുടുംബത്തിൽ ചെറിയ ചെറിയ ഗുണകരമായ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കുടുംബ ബന്ധങ്ങളും നല്ലത് തന്നെയാണ്. മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടന്ന് മാനസികവും ശാരീരികവുമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഈ മാസങ്ങളിലുണ്ടാവും. വിവാഹ ചിന്തനം നടത്തുന്നവർക്ക് മേന്മയുള്ള വിവാഹം ലഭിക്കാൻ അല്ലെങ്കിൽ വിവാഹ ജീവിതം ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ചിലർക്കൊക്കെ വിവാഹം വരെ എത്തിയിട്ട് മുടങ്ങിപ്പോയിട്ട് രണ്ടാമത്തെ പുതിയ ബന്ധം, അതിനേക്കാളും നല്ല ബന്ധമൊക്കെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. സുതാര്യമായിട്ടുള്ള സമീപനത്താൽ അപമാനത്തെയൊക്കെ അതിജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കളിയാക്കുന്നവരെയൊക്കെ നിഷ്പ്രഭമായിക്കൊണ്ട് നിങ്ങളുടെ വ്യക്തിഭാവം വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾ ആചാര്യ മര്യാദകളൊക്കെ പാലിക്കുന്നതിനാൽ ആത്മസംതൃപ്തിയൊക്കെ ഉണ്ടാകുന്നതാണ്. ഗുരുനാഥന്മാരെയൊക്കെ നിങ്ങൾ വന്ദിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നതാണ്. അവരിൽ നിന്നൊക്കെ ഗുണകരമായ അനുഗ്രഹ ആശസ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് രക്ഷ നേടാൻ സാധിക്കുന്നതാണ്. ദൈവാനുഗ്രഹമുള്ള സമയമാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് പ്രശസ്തിയും അംഗീകാരവും ഒക്കെ ലഭിക്കുന്ന സമയമാണ്. നിങ്ങളുടെ പല ആഗ്രഹങ്ങളും നിറവേറുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നതാണ് ഈ മാസങ്ങളിൽ. അധ്യാപകർക്കും കാലം അനുകൂലമായിട്ട് കാണുന്നു. ഉദ്യോഗസ്ഥർക്ക് ഹിതകരമല്ലാത്തൊരു സ്ഥലം മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒട്ടും ഇഷ്ടപ്പെടാത്ത സ്ഥലത്തേക്ക് ഒരു സ്ഥലം മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൃഷിയിൽ നിന്നും നിങ്ങൾക്ക് നേട്ടമുണ്ടാകുന്ന സമയമാണ്. അത് കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് ഗുണകരമായ സമയമാണ്. അരുതാത്ത വാഗ്ദാനങ്ങളുടെ പേരിൽ ഉറ്റ സുഹൃത്തുക്കളുമായിട്ട് പിണങ്ങേണ്ട ഒരു സാഹചര്യം കാണുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നൽകാൻ പറ്റാത്ത വാഗ്ദാനങ്ങൾ കൊടുക്കാതിരിക്കുക. ഒരാൾക്ക് വാക്ക് കൊടുക്കുമ്പോൾ 1000 വട്ടം ആലോചിച്ചിട്ട് മാത്രം അയാൾക്കൊരു വാക്ക് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ അത് നിറവേറ്റുക. അതല്ല എങ്കിൽ നിങ്ങളുടെ ഉറ്റമിത്രം നിങ്ങളുടെ ശത്രുവായിട്ട് മാറുന്നതാണ്. നിങ്ങൾക്ക് ആശ്രിതരോട് സ്നേഹത്തോടുകൂടി പെരുമാറാനുള്ള ഒരു വാത്സല്യത്തോടുകൂടി പെരുമാറാനുള്ള ഒരു അവസ്ഥ, ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. എന്നാൽ സ്വജനങ്ങളുടെ ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോൾ സ്വജനങ്ങളുടെ നീരസമായ പെരുമാറ്റം അത് നിങ്ങൾക്ക് മനക്ലേശം ഉണ്ടാക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. മറ്റുള്ളവർക്ക് സംശയമുണ്ടാക്കുന്ന പ്രവൃത്തികൾ കഴിയാവുന്ന നിങ്ങളൊന്ന് ഒഴിവാക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് ധനയോഗം കാണുന്നുണ്ട്. അതുകൊണ്ട് ലോട്ടറി പോലുള്ള കാര്യങ്ങളിലൊക്കെ ഭാഗ്യപരീക്ഷണം നടത്തുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ ആരോഗ്യം തൃപ്തികരമായിരിക്കും ഈ മാസങ്ങളിൽ. നിങ്ങൾക്ക് കാലം അനുകൂലമാണെങ്കിലും മനസ്സെപ്പോഴും ദുർബലമായിരിക്കും. അനാവശ്യ ചിന്തകളാൽ മനസ്സ് കലുഷിതമായിക്കൊണ്ടിരിക്കും. ഒരു പേടിയൊക്കെ ഉണ്ടാവും എപ്പോഴും നിങ്ങൾക്ക്. നിങ്ങൾ ആരെയും സഹായിക്കാനുള്ള താല്പര്യം ഉണ്ടാകുന്നതാണ്. ഏത് പ്രതിസന്ധിയിലും പെട്ടിരിക്കുന്നവരെ സഹായിക്കാൻ, 2 കൈയും നീട്ടി സഹായിക്കാനുള്ള താല്പര്യം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. അതൊക്കെ നല്ലതാണ്. ദൈവാനുഗ്രഹം ഉണ്ടാകുന്ന കാര്യമാണ്. പക്ഷേ സഹായിക്കുമ്പോൾ സഹായം ഉപദ്രവമായി മാറാതെ സൂക്ഷിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ അനുഭവങ്ങളുടെ മാറ്റ് വർദ്ധിക്കാനും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനുമായിട്ട് നിങ്ങൾ ശ്രീകൃഷ്ണ പ്രീതി നേടേണ്ട അത്യാവശ്യമാണ്. ബുധനാഴ്ചയും വ്യാഴാഴ്ചയൊക്കെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ദർശിച്ചിട്ട് ഭഗവാന്റെ പ്രീതിക്കായിട്ട് വെണ്ണ നിവേദ്യം കൊടുക്കുക, തുളസിമാല കൊടുക്കുക. ബുധനാഴ്ച പച്ച നിറത്തിലുള്ള ബുധനെ പ്രീതിപ്പെടുത്താനായിട്ട് പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. വ്യാഴാഴ്ച ആണെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോവുക. രക്ഷസിന് പത്മമിട്ട് പാൽപ്പായസം തിടപ്പള്ളിയിൽ നിവേദിക്കുകയൊക്കെ ചെയ്യുന്നത് ഗുണകരമായിരിക്കും.
അതോടൊപ്പം തന്നെ ബന്ധുക്കളുടെ നിരസമായ പെരുമാറ്റത്തിൽ നിന്നൊക്കെ രക്ഷ നേടാൻ മനോബലം ഉണ്ടാക്കാനുമായിട്ട് നിങ്ങൾ ശത്രുസംഹാര പൂജയോ രക്തപുഷ്പാഞ്ജലിയോ അല്ലെങ്കിൽ ശിവന് ധാരയോ അഘോരമന്ത്രാർച്ചനയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഒക്കെ ചെയ്ത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയാൽ മതി. പേടിപ്പെടുത്തുന്ന ഒന്നും തന്നെയില്ല. ചെറിയ ബുദ്ധിമുട്ടുകൾ ഒഴിച്ചാൽ കാലം പൊതുവെ അനുകൂലമാണ്. എല്ലാവർക്കും ഭഗവാന്റെ ഗുണാനുഭവങ്ങളാൽ അനുഗ്രഹത്താൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകട്ടെ, നന്മയുണ്ടാകട്ടെ ജീവിതത്തിൽ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.